ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പത്രമാറ്റിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന കുറച്ച് നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ അനാമികയെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ജാനകി അറിയുകയാണ്. അനാമികയുടെ കാമുകരും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവിചാരിതമായിട്ട് ജാനകിയുടെയും അജയന്റെയും മുന്നിലെത്തുന്നു. കാലങ്ങളായി അനാമിക ഒളിപ്പിച്ചു വെച്ച ബന്ധങ്ങളെല്ലാം ജാനകിക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. തന്റെ മകൻ ചതിക്കപ്പെട്ടതിലുള്ള ദേഷ്യവും വേദനയും എല്ലാം ജാനകിയെ വല്ലാതെ തളർത്തുന്നു. എന്നാൽ എല്ലാത്തിനും ഒരു പ്രതിവിധി കണ്ടെത്താൻ നമ്മുടെ ജാനകിയും അജയനും കൂടെ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനിക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ഈ അനാമികയും കാമുകനും ചേർന്ന് അനി നോക്കി നടത്തുന്ന ഒരു ബ്രാഞ്ച് മുതലാളിയാണെന്നുള്ള വ്യാജന ചെന്നിട്ട് സ്വർണ്ണക്കടയിൽ നിന്ന് കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യാണ് കേട്ടോ. എന്തായാലും ഈ സ്റ്റോക്കിൽ കുറവ് വരുമ്പോ അത് അനിക്കല്ലേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അനി അവിടെ നിന്ന് കടയിൽ നിന്ന് പുറത്താക്കുകയാണ്. അനന്തപുരിയിൽ അനി ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് പിന്നീട് മാറുകയും ചെയ്യും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കാമുകനും നമ്മുടെ അനാമികയും കൂടി ഒരു പ്ലാനൊക്കെ നടപ്പാക്കുകയാണ്. എന്തായാലും എല്ലാവരുടെയും മുന്നിൽ അനി കുറ്റക്കാരനായി കുറച്ചു നേരത്തേക്ക്. പക്ഷേ അനി അങ്ങനെ കുറ്റക്കാരനാക്കി വെക്കാനായിട്ട് സമ്മതിക്കുകയോ ബാക്കിയുള്ളവര്, പ്രത്യേകിച്ച് നമ്മുടെ ആദർശം നയനി നന്ദുവും ഒക്കെ. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് അനിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് പ്ലാൻ നടപ്പാക്കാനായിട്ട് തുടങ്ങുന്ന അനാമികയും കാമുകനെയുമാണ്. കാമുകനോട് അനാമിക പറയുകയാണ്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊരു ജീവിതം കൊതിക്കുന്നു. എന്തായാലും അനിയുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പും നമ്മൾ തമ്മിലുള്ള റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ടാണല്ലോ എനിക്ക് അനിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. മാത്രമല്ല, നിന്റെ കുടുംബസ്ഥിതിയൊക്കെ എനിക്ക് അറിയാലോ. അനന്തപുരിയെ പോലെ ഒരു വലിയ കുടുംബത്തിന്റെ ഒപ്പം നിർത്താൻ നിന്റെ കുടുംബത്തിന് എന്തായാലും പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒന്നായവരല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ പൈസ കൂടിയേ തീരുള്ളൂ. അതിന് അനിയെ പറ്റിച്ച് അനിയുടെ പൈസ ഉപയോഗിച്ച് തന്നെ വേണം നമുക്കൊരു നല്ലൊരു കുടുംബജീവിതം പടുത്തുയർത്താനായിട്ട്. എന്തായാലും അനിയെ ഞാൻ സ്നേഹിച്ചത് മനസ്സുകൊണ്ടൊന്നും അല്ലല്ലോ. നിന്നെയാണ് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുള്ളത്. അനിയെയല്ല, അവന്റെ പണത്തിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെയെല്ലാം അനാമിക കാമുകനെ സോപ്പിടാൻ വേണ്ടി പറയുമ്പോൾ കാമുകൻ തിരിച്ചു പറയുന്നുണ്ട്, നീ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം എങ്ങനെയെങ്കിലും പണ്ടേ നടന്നേനെ. നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടിയേനെ. നീ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അനിയുടെ കൂടെ പോയത്. ശരിക്കും പറഞ്ഞാൽ നീ എന്നെ തേച്ചതല്ലേടി. അനാമികയാണെങ്കിൽ അയ്യോ അങ്ങനെ പറയല്ലടാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലൊക്കെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം പറയും, ഞാൻ നിന്നെ തേച്ചതൊന്നും അല്ല. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്ക് അറിയാലോ. എന്റെ അച്ഛനും അമ്മയും എത്ര വലിയ കടക്കണിയിലാന്നൊക്കെ. ആ കടമൊക്കെ തീർക്കണമെങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് മാത്രം അത് സാധിക്കില്ല. അതിനാലാണ് ഞാൻ അനിയെ വലവീശി പിടിച്ചത്. ആ കുടുംബത്തിൽ ചെന്ന് കയറിയതിനു ശേഷം അവിടെ ഒന്നും പൈസ അടിച്ചു മാറ്റിയിട്ട് എന്റെ കുടുംബത്തിലെ കടമൊക്കെ തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രമല്ല, നീ എന്നെ കാത്തിരിക്കുകയായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. ഉടനെ കാമുകൻ പറയും, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അനാമികെ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെയധികം വഷളായ രീതിയിലല്ലേ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ നിനക്ക് അവിടുന്ന് എന്തായാലും സ്വത്ത് കിട്ടുകയൊന്നുമില്ല. ഇനി ഡിവോഴ്സ് വാങ്ങിയാൽ പോലും നിനക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഡിവോഴ്സ് ആയി പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അനി തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഡിവോഴ്സ് വേണമെന്ന് നീ ചിലപ്പോൾ അനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സന്തോഷത്തിൽ നിനക്ക് നഷ്ടപരിഹാരം തരുമായിരിക്കും. എടാ, അങ്ങനെ വെറും ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നക്കാപ്പിച്ച കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് അനന്തപുരിയിലെ സ്വത്തിന്റെ ഒരു വിഹിതം തന്നെയാണ് വേണ്ടത്. ആ വിഹിതം കിട്ടണമെങ്കിലേ ഡിവോഴ്സ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നിനക്കറിയാലോ, ഇതിന്റെ ഇടയിൽ എനിക്ക് വേറൊരു ശത്രു കൂടെ ഉണ്ട്, ആ നന്ദു. അവളോടും എനിക്ക് ഒടുങ്ങാത്ത പകയാടാ. അനിയെപ്പോലെ തന്നെ അവൾക്കും ഒരു നല്ല ജീവിതം കിട്ടരുത്. അതെന്റെ വാശിയാ. ഞാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് അനന്തപുരി തറവാട്ടിൽ കയറി പറ്റാമെന്നായിരിക്കും അവള് വിചാരിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കരുത്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ചു നാൾ കൂടെ ഒന്ന് ക്ഷമിക്കണം. കുറച്ചു നാൾ കഴിഞ്ഞാൽ ഈ നന്ദുവിനെ അവളുടെ വീട്ടുകാര് ആർക്കെങ്കിലും പിടിച്ച് കെട്ടിച്ചോളും. അങ്ങനെ വരുമ്പോ അനി ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നോളും. അനിയെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോടൊപ്പം വരികയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ജീവിതം ഇപ്പൊ സൂപ്പർ ആയിട്ടല്ലേടാ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ആ നന്ദു നമ്മളെ ലോഡ്ജിൽ നിന്ന് പിടിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഇപ്പൊ അടിപൊളിയല്ലേ. തുടർന്ന് താനിപ്പോ കാമുകനെ കാണാൻ വരാൻ പറഞ്ഞതിന്റെ ഉദ്ദേശവും അനാമിക തുറന്നു പറയാണ്. അത് വേറൊന്നിനുമല്ല, അനിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എടാ, എനിക്ക് ആ അനിയോടുള്ള ദേഷ്യം ദിവസം കഴിയും തോറും കൂടി കൂടി വരിക. അവൻ എന്നെ അവഗണിച്ച് എന്നോട് വഴക്കിട്ട് പിന്നീട് ആ നന്ദുവിനെ പറ്റി പൊക്കി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് അവനോടുള്ള ദേഷ്യം കൂടി കൂടി വരിക. അവനിട്ടൊരു പണി കൊടുക്കാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. അവനെ എല്ലാവരും വെറുക്കണം. വെറുത്ത് അനന്തപുരിയിൽ നിന്ന് വരെ അവനെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. അതാണ് എന്റെ മോഹം. കാമുകൻ ചോദിക്കുന്നുണ്ട് അനാമികയോട്, അതെങ്ങനെ നടക്കും അനാമിക? അവനിപ്പോ എല്ലാവരുടെയും കണ്ണിലുണ്ണിയല്ലേ. നമ്മളെ വിചാരിച്ചാൽ എങ്ങനെയാ അവനെ എല്ലാവരും വെറുക്കുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല.
എന്നാൽ അനാമിക കാമുകനോട് പറയും, അത് നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ അവൻ ഒരു ബ്രാഞ്ചല്ല 2-3 ബ്രാഞ്ചൊക്കെ മുത്തശ്ശൻ നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവനാണെങ്കിലും അതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ബ്രാഞ്ചുകളിലേക്കൊന്നും പോകാറ് പോലുമില്ല. അവിടെ വിശ്വസ്തരായ കുറെ ജോലിക്കാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. അവരാണത്രേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇവനാണെങ്കിൽ അതൊന്നും നോക്കി നടത്താതെ നന്ദു എന്ന് പറഞ്ഞ് എപ്പോഴും അവളുടെ പിന്നാലെ നടപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് അവനിട്ടൊരു പണി കൊടുക്കാനായിട്ട് നമുക്ക് ആ ബ്രാഞ്ചിലേക്ക് ഒന്ന് ചെന്നാൽ മാത്രം മതി. അതേസമയം കാമുകൻ ചോദിക്കുന്നുണ്ട്, ബ്രാഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അവന് പണി കൊടുക്കാൻ പറ്റുന്നത്? അപ്പോ അനാമിക കാമുകന് വിശദമാക്കി കൊടുക്കും, അത് പിന്നെ ഞാനിപ്പോ ആരാ, അനിയുടെ ഭാര്യയല്ലേ. ജ്വല്ലറി ചെന്ന ആരും എന്നോട് ഞാൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ഒന്നും ചോദിക്കാൻ വരില്ല. കാരണം അനിയുടെ ഭാര്യയായി എനിക്ക് അവനെപ്പോലെ തന്നെ അവകാശമുണ്ട്. കടം നോക്കി നടത്താനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട്. അതിനാൽ തന്നെ അവിടെ ചെന്നിട്ട് സ്വർണത്തിന്റെ കണക്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തിരിമറി നടത്തിയാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇക്കൂട്ടത്തിലെ കുറച്ച് ക്യാഷും സ്വർണവും ഒക്കെ അടിച്ചു മാറ്റണം. കണക്കിൽപ്പെടുത്താത്ത കുറച്ച് സ്വർണം അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓഡിറ്റ് വരുന്ന സമയത്ത് അത് അനിയുടെ തലയിൽ ഇരുന്നോളും. കാരണം അനിയുടെ ബ്രാഞ്ചിനാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇത് അനിയുടെ പിടിപ്പുകേടാണെന്ന് കരുതിക്കൊണ്ട് കുറ്റങ്ങളെല്ലാം അവന്റെ നേരെ എല്ലാവരും ആരോപിക്കുകയുള്ളൂ. കാമുകനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ അനന്തപുരിയിൽ നിന്ന് പുറത്താകില്ലേന്ന്. എടാ, പിടിക്കപ്പെടുകയൊന്നുമില്ല, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം അനന്തപുരിയിൽ ആദർശം നയനയും ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് സപ്പോർട്ടുള്ളവരാ. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും എന്നോട് വലിയ ഇഷ്ടക്കുറയൊന്നുമില്ല. ഞാനും അനിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലുണ്ടെന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും ഞാൻ അവിടുത്തെ മരുമകൾ സ്ഥാനം ഇട്ടെറിഞ്ഞ് പോകണമെന്നൊന്നും അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാൾ അവിടെ ഉണ്ടല്ലോടാ, എന്റെ അമ്മായിയമ്മ. അവർക്ക് എന്നെ ഭയങ്കര വിശ്വാസം. അവരെന്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് എന്റെ ആകെയുള്ള പിടിവള്ളി. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നടപ്പിലാക്കണമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുകയാണ് അനാമിക ചെയ്യുന്നത്. അനാമികയും അതുപോലെ കാമുകനും അകത്തേക്ക് കയറി പോകുന്നതും കണ്ടുകൊണ്ട് അവരെ തന്നെ വെയിറ്റ് ചെയ്ത് 2 പേര് നിൽപ്പുണ്ടായിരുന്നു. മറ്റാരുമല്ല, അനാമികയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അനാമികയുടെ പ്രിയപ്പെട്ട അമ്മായിയമ്മ ജാനകി. അനിയുടെ അച്ഛനും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അജയനാണെങ്കിൽ അനാമികയുടെ വലിയ താല്പര്യമൊന്നുള്ള ആളല്ല, പക്ഷെ സ്വന്തം മകന്റെ ജീവിതം തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും അനാമികയും കാമുകനും ഒരുമിച്ച് റെസ്റ്റോറന്റിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാനകിയും അജയനും. അജയൻ അപ്പൊ തന്നെ ജാനകിയോട്, നിന്റെ മകനെ നന്ദുവുമായിട്ട് കഥകൾ കൂട്ടിച്ചേർത്ത് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഈ അനാമികയ്ക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ എന്ന്. അപ്പൊ ജാനകി പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, അനാമിക മോളെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാവുമ്പോ ആൺ സുഹൃത്തുക്കളൊക്കെ കാണുമെന്നേ, അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അനി അവളെ ഇങ്ങനെ അവഗണിക്കുമ്പോ അവൾക്കും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരാള് വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോ അജയന് ദേഷ്യം വരുന്നുണ്ട്. അനാമികയെ നല്ല ഡൗട്ടുള്ള അജയൻ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും അനാമികയും ആ പയ്യനും കൂടി സംസാരിക്കുന്ന എന്താണെന്ന് നമുക്കും കൂടെ ഒന്ന് കേൾക്കണമെന്നും പറയുമ്പോൾ ജാനകി അപ്പൊ ചോദിക്കും, അതെങ്ങനെ നമ്മൾ കേൾക്കും? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അനാമികയും ആ പയ്യനും ചേർന്ന് എന്താ സംസാരിക്കുന്നതെന്ന്? അജയനപ്പ എന്തോ കരുതിക്കൊണ്ട് പറയും, അതൊക്കെ പറ്റും, അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് അജയൻ വിളിക്കുകയാണ്. ഫോണിൽ ആരോടോ പറയുകയാണ്, എടാ നീ ഇങ്ങോട്ടൊന്ന് വരാമോ? ഇനി പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ജോലിക്കാരനെ വിട്ടാലും മതി. എന്നാൽ അജയൻ ഈ സംസാരിക്കുന്ന ആരോടാണെന്ന് ജാനകിക്ക് മനസ്സിലാവുന്നില്ല. ജാനകി ഇങ്ങനെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അജയൻ അയാളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ പറയുന്നതെല്ലാം നീ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന്. അജയൻ വിളിക്കുന്ന ആളെ കാണിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ അനാമികയും കാമുകനും കൂടെ പോയ ആ റെസ്റ്റോറന്റിന്റെ മാനേജറാണ് കേട്ടോ. അജയന്റെ ആവശ്യം കേൾക്കുന്ന മാനേജർ ആണെങ്കിൽ ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഉറപ്പും കൊടുക്കുകയാണ്. കാരണം അജയൻ പണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ മാനേജറെ. അപ്പൊ ആ ഒരു നന്ദിയോടെ ഇയാൾ അതിന് സമ്മതിക്കും. അപ്പൊ തന്നെ ഒരാളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ മാനേജർ പറഞ്ഞയച്ച ആള് അജയനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് സാറ് കാര്യം? മാനേജർ സാർ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അല്ല, എന്താ ആവശ്യം, എന്താണ് വേണ്ടത്, വല്ല പാഴ്സലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നിട്ട് അനാമിക ഇരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്ന കണ്ടില്ലേ, ആ പെൺകുട്ടിയുടെ ടേബിളിന്റെ തൊട്ടരികിലായിട്ട് നീ ഇതൊന്ന് കൊണ്ടുവയ്ക്കണം. അയാളാണെങ്കിൽ അത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നീ അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ടെന്നും പറഞ്ഞ് അയാൾക്ക് കുറച്ച് ക്യാഷ് ടിപ്പായിട്ടൊക്കെ കൊടുത്തിട്ട് അജയൻ അയാളെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ സമ്മതിപ്പിക്കുകയാണ്. ഏതായാലും അയാള് പിന്നീട് അനാമിക ഇരിക്കുന്ന ടേബിളിന്റെ അടുത്തായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന കൂട്ടത്തിൽ അജയൻ കൊടുത്തയച്ച് ആ ഫോണും വെക്കുന്നുണ്ട്. ഫോണിലാണെങ്കിൽ റെക്കോർഡർ എല്ലാം ഓൺ ആയിരുന്നു. ഫോണിന്റെ റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ്
അതെല്ലാം അവിടെ കൊണ്ട് വെച്ചത്. അജയനും ജാനകിയാണെങ്കിൽ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജാനകി കൂട്ടത്തിൽ പറയുന്നുമുണ്ട്, എന്നാലും ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവളെ ഇങ്ങനെ സംശയിക്കുന്നത് തെറ്റല്ലേ അജയേട്ടാ? നിങ്ങൾ പറയുന്ന പോലെ അവൾ അത്തരത്തിലൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അനിയാണ് അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദുവിന്റെ പുറകെ അനി നടക്കുന്നത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? അവനെ എത്ര തവണ നമ്മൾ വിലക്കിയിട്ടുള്ളതാ അവളെ കാണാൻ പോരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ അനുസരിക്കുന്നുണ്ടോ? നമ്മുടെ മകൻ ചെയ്യുന്ന തെറ്റിന് അപ്പൊ അനാമികയെ ശിക്ഷിക്കുന്ന പോലെയല്ലേ നമ്മൾ ഈ ചെയ്യുന്നതല്ല? നമ്മൾ അനാമികമോളെ സംശയിക്കാൻ പാടില്ല അജയേട്ടാ. ഇതൊക്കെ കേട്ടിട്ടും അജയന് ഒരു കുലുക്കവും ഇല്ല. അജയൻ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അതിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അജയന്റെ ആ കോൺഫിഡൻസ് കാണുമ്പോൾ ജാനകി ചോദിച്ചു പോകുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്ന്? ഏയ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. അനിയും അനാമികയും നല്ല രീതിയിൽ തന്നെ പോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവരെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഞാൻ പലതും ഓർത്തു പോവുക. ഇപ്പൊ മാത്രമല്ല, പലതവണ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. അത് കേട്ട് ജാനകി ആകെ ഷോക്കാവുന്നുണ്ട്. അജയനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നതെന്ന്. അതേസമയം അജയനാകട്ടെ ആ അവസരം ഇതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ജാനകിക്ക് മറുപടി കൊടുക്കുന്നത്. എന്തായാലും അജയനും ജാനകിയും കൂടി അനാമികയെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക തന്റെ കാമുകന്റെ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ബൈക്കിൽ ചീറിപ്പാഞ്ഞ് അവര് ദൂരേക്ക് മറഞ്ഞു. അങ്ങനെ ആ വെയിറ്റർ ഫോണുമായിട്ട് ഓടി വരുന്നത്. എന്നിട്ട് അജയനോട് ചോദിക്കുന്നുണ്ട്, സാർ താമസിച്ചു പോയോ? അവരിപ്പോ പോയതേ ഉള്ളൂ, ഇതാ പിടിച്ചോളൂ. അയാള് ആ ഫോൺ അജയന് കൊടുക്കുകയാണ്. അജയനാണെങ്കിൽ ഈ ഉപകാരം ഞങ്ങൾ മറക്കില്ലെന്ന് പറഞ്ഞ് അയാളോട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ഇല്ല സർ, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ലെന്ന് വെയിറ്റർ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അജയന് മാനേജറുടെ കോള് കിട്ടുന്നുണ്ട്. മാനേജർ ചോദിക്കുന്നുണ്ട് ഫോൺ കിട്ടിയോന്നൊക്കെ, ആവശ്യം നടന്നോന്നൊക്കെ. അപ്പൊ അജയൻ പറഞ്ഞു കൊടുക്കും, അതൊക്കെ നടന്നു. പിന്നെ നിന്റെ സ്റ്റാഫേ വളരെ മിടുക്കന, അവൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ വെയിറ്ററെ അവിടെ നിന്നും പറഞ്ഞു വിട്ട് അജയൻ ആ ഫോൺ ഓൺ ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും വെളിപ്പെടുന്നത്. ഫോണിലെ റെക്കോർഡിംഗ് എല്ലാം അജയനും ജാനകിയും കൂടി ഇരുന്ന് കേൾക്കുകയാണ്. അനിയെ പറ്റി അനാമികയും അനാമികയുടെ കാമകരും കൂടി സംസാരിച്ച കാര്യങ്ങളെല്ലാം അവരിങ്ങനെ കേൾക്കുമ്പോൾ അതില് അനിയെ ചതിക്കുന്നതിനെ കുറിച്ചും പിന്നീട് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നതിനെ കുറിച്ചുമുള്ള അവരുടെ രണ്ടുപേരുടെയും പദ്ധതികളെല്ലാം കേട്ട് ജാനകിയും അജയനും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഇതെല്ലാം കേട്ട് ആ വഞ്ചകയെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ജാനകി അലറുന്നുണ്ട് കേട്ടോ. എന്റെ മകനെ ചതിച്ചത് മാത്രമല്ല, അവള് കല്യാണത്തിന് മുമ്പേ ഈ ചെക്കനുമായിട്ടും അടുപ്പത്തിലായിരുന്നു. അതേ ജാനകി, നമ്മൾ കാണുന്നത് പോലെ അല്ല ആരും. നമുക്കിപ്പോ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഈ തെളിവ് കിട്ടിയത് നന്നായി. ഇത് നീ ആരോടും തൽക്കാലം പറയാൻ നിൽക്കണ്ട എന്നൊക്കെ അജയൻ ഇങ്ങനെ പറയുമ്പോൾ, അവളെ ഞാൻ ഈ ചെയ്തതിനെല്ലാം വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുകയാണ് ജാനകി. പിന്നീട് അവർ അനാമികയെ അവൾ കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം അനന്തപുരി കുടുംബത്തിനും ഒക്കെ വലിയ നാണക്കേടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാന്നുള്ള ഒരു തീരുമാനത്തിൽ അജയൻ അനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എവിടെയാണെന്ന്. ഞാൻ പുറത്തു വരെ വന്നതാണെന്ന് അനി മറുപടി കൊടുക്കുമ്പോൾ, നിനക്ക് കടയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലേടാ, നീയെ എത്രയും പെട്ടെന്ന് ബ്രാഞ്ചിലേക്ക് ചെല്ല്. അവിടെ ഓഡിറ്റർ വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് നീ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം. അനിയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ, ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അനി എവിടെ എത്തിയാൽ പിന്നെ അനാമികയ്ക്ക് അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല. ആ ഒരു കാരണത്താലാണ് അജയൻ അനിയെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത്. അക്കാര്യം ജാനകിയോടും പറയുന്നുണ്ട്. ശേഷം ജാനകിയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. അനാമിക എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. ഇത് മാത്രമല്ല, ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരാനുണ്ട്. അനാമികയുടെ സ്വഭാവത്തിൽ എനിക്ക് മുൻപും സംശയം തോന്നിയിട്ടുണ്ട്. അവളുടെ മാത്രമല്ല, അവളുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവത്തിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. നീ അനാമികയോട് ദേഷ്യപ്പെടരുത് ജാനകി. ജാനകിക്കാണെങ്കിൽ ഇപ്പോഴറിഞ്ഞ സത്യങ്ങളെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അജയനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ അവളെ സ്നേഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല ജാനകി, നീ അവളെ സ്നേഹിക്കണ്ട, സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം. എന്നാൽ ജാനകി പറയുന്നുണ്ട്, എനിക്കതിന് സാധിക്കില്ലെന്ന്. അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാ തോന്നുക. പക്ഷെ അജയൻ വീണ്ടും പറഞ്ഞു കൊടുക്കും, ജാനകി, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും ചുരുളഴിയാതെ പോകും. നമുക്ക് ആ രഹസ്യങ്ങളും കൂടെ പുറത്തു കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് നീ അഭിനയിച്ച് തന്നെ നിൽക്കണം. ഒരു മികച്ച അഭിനയം തന്നെ അവളുടെ മുമ്പിൽ കാഴ്ചവെക്കണം. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് നയനയും ദേവയാനിയായിട്ട് ഇതീം തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ദേഷ്യം അഭിനയിച്ച് അവരുടെ സ്നേഹം മറച്ചു വെച്ചതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ അതുപോലെ വേണം നീ ഇവിടെ
അവിടെ നിൽക്കാൻ. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് ജാനകി. പക്ഷേ എനിക്കിപ്പോ നയനയോടൊക്കെ സ്നേഹം തോന്നുക അജയേട്ടാ. നയനെയും നന്ദുവിനെയും ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നു. അവര് പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായി. നമ്മുടെ മകന്റെ ജീവിതം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ജാനകി സങ്കടത്തോടെ കുറ്റബോധത്തോടെ പറയുമ്പോൾ ജാനകിയോടായിട്ട് അജയൻ പറയുന്നുണ്ട്, നമ്മുടെ മകന്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ജാനകി. അവന് നല്ലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് നമ്മൾ കണ്ടെത്തും. അവന്റെ ജീവിതം തകരാൻ കാരണം അനാമികയാണ്. നമുക്ക് അവന് നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടെത്തണം. അതിനവൻ സമ്മതിക്കുമോ? അവന്റെ മനസ്സ് നിറയെ നന്ദു അല്ലേ എന്ന് ജാനകി സംശയത്തോടെ ചോദിക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ നന്ദു ആയിരിക്കാം. പക്ഷേ നന്ദു ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇനി തയ്യാറാവില്ല. കാരണം നന്ദുവിന് ഒരു പക്ഷേ മനസ്സുകൊണ്ട് അനിയെ ഇഷ്ടമായിരിക്കാം. പക്ഷേ അവളുടെ അഭിമാനം അതിനൊരു തടസ്സമാണ്. നമ്മളെല്ലാവരും അവരുടെ ബന്ധത്തെ എത്രയോ തവണ എതിർത്തതാണ്. നീയൊക്കെ എത്രയോ തവണ നന്ദുവിനെയും അനിയെയും ചേർത്ത് കഥകൾ മെനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നന്ദുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവളുടെ അച്ഛനും അമ്മയും ഇനി സമ്മതിക്കില്ല. അവർക്ക് കുറച്ച് പണത്തോടെ ആർത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നവ്യയും നയനെയും നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. എന്നാൽ അവരിപ്പോ അതൊക്കെ മാറ്റി അവർക്കിപ്പോ സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതമാണ് വേണ്ടത്. എന്തായാലും ജാനകി, നമുക്കാണ് തെറ്റുപറ്റിയത്. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. ശരി, ഞാൻ ശ്രമിക്കാമെന്ന് ജാനകി മറുപടി കൊടുക്കുമ്പോൾ ശ്രമിക്കുകയല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. നിന്റെ നല്ല മരുമകൾ അനാമിക തന്നെയാണ്. നന്ദു നിന്റെ ശത്രുവും. നയനയോട് നിനക്ക് ദേഷ്യമാണല്ലോ. നീ ആ രീതിയിൽ തന്നെ വേണം ഇപ്പോഴും പെരുമാറാൻ. അജയൻ പറഞ്ഞതെല്ലാം കേട്ട് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് ജാനകി. ഈ സമയത്ത് നമ്മുടെ അനാമിക അവളുടെ കാമുകനുമായിട്ട് വലിയ ആഹ്ലാദത്തിലൊക്കെ ഓഫീസിലേക്ക് പോവുകയാണ്. അനി പുറത്തെവിടെയോ കറങ്ങാൻ പോയെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അനാമിക കാമുകനോടൊപ്പം ജ്വല്ലറിയിലേക്ക് പോകുന്നത്. അങ്ങനെ ജ്വല്ലറിയിലെത്തി അവിടുത്തെ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അനിസാറ് കുറച്ചു മുമ്പ് പുറത്തു പോയിരുന്നു, പിന്നെ വന്നിട്ടില്ലെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുകയാണ്. അനാമിക അപ്പൊ അവരോട് പറയും, ഞാനേ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വന്നതാണ്. പിന്നെ എനിക്ക് ഫയലും കണക്കും അക്കൗണ്ട്സും എല്ലാം ഒന്ന് പരിശോധിക്കണം. സാർ എന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ. നാളെ ഓഡിറ്റ് ഉള്ളതല്ലേ, അതിനു വേണ്ടിയാണ്. പിന്നെ എൻ്റെ ഒപ്പം ഉള്ളത് CA ഒക്കെ പഠിച്ച ഒരാളാ. അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കാനായിട്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക തന്റെ കാമുകനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് കാമുകനെയും കൂട്ടി അകത്തേക്ക് പോകും. അങ്ങനെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ അവരകത്തേക്ക് പോകാൻ തുടങ്ങിയ സമയത്താണ് അനിയുടെ ബൈക്ക് കടയുടെ മുന്നിൽ വന്നു നിന്നത്. ഇത് കണ്ട അനാമികയും കാമുകനും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ പിന്നീട് മനസ്സിലാവുകയാണ് ഇനി തന്റെ പ്ലാനിങ് ഒന്നും നടക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ അനി വന്നല്ലോ, അപ്പൊ ഇനി ഓഡിറ്റും അക്കൗണ്ട്സും ഒക്കെ അനി തന്നെ പരിശോധിച്ചോളായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ജ്വല്ലറിയിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ അനി അകത്തേക്ക് കയറി വരികയാണ്. അനാമികയും കാമുകനെയും അവിടെ കണ്ടിട്ട് അനി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ അവിടുത്തെ സ്റ്റാഫാണ് അനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സാർ ഇവിടെ ഇല്ലെന്നോർത്ത് മാഡം അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന്. അനിക്കാണെങ്കിലും അനാമികയുടെ ഉദ്ദേശം ഏതാണ്ട് പിടികിട്ടുന്നുണ്ട്. അനി അങ്ങനെ ദേഷ്യത്തോടെ അനാമികയെ നോക്കുകയാണ്. അനാമികയാണെങ്കിൽ കള്ളത്തരമൊക്കെ മറച്ചു പിടിച്ച് മുഖത്ത് ചിരിയൊക്കെ വരുത്തി അനിയോട് ചോദിക്കുകയാണ്, അനി എന്നോട് അക്കൗണ്ട്സ് നോക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാണ് ഞാൻ ഈ സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് തടി തപ്പാൻ നോക്കുമ്പോൾ അനാമിക പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്ന് നമ്മുടെ അനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തായാലും അനി അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് നമുക്ക് വീട്ടിൽ വരുമ്പോൾ ശരിക്കൊന്ന് കാണണം എന്നിങ്ങനെ സൗമ്യമായി പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അനാമികയാണെങ്കിലും ശരിയെന്ന് പറഞ്ഞ് കാമുകനോടൊപ്പം ബൈക്കിൽ പാഞ്ഞു പോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിരാശനായി നിൽക്കുകയായിരുന്ന അനിയുടെ അടുത്ത് മാനേജർ വന്നിട്ട് അത് ആരാ സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അനി മറുപടി കൊടുക്കുകയാണ്, അതെന്റെ കസിനാണെന്ന്. അനാമികയുടെ കൂടെ വന്നത് അക്കൗണ്ട്സ് നോക്കുന്ന ആളുമാണെന്നും കള്ളം പറയും. മാനേജർ അതൊക്കെ വിശ്വസിച്ചു പോയെങ്കിലും അനിയുടെ മനസ്സിൽ അനാമികയോടുള്ള ദേഷ്യം ഇങ്ങനെ ആളി കത്തുകയാണ്.